എന്തുകൊണ്ട് ആൾക്കാർക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ സാധിക്കുന്നു, എന്തുകൊണ്ട് ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുന്നില്ല, എന്താണ് എക്സാക്ട്ലി റീസൺസ് ഉള്ളത്. ഇത്രമാത്രം പ്രോപ്പർട്ടീസ് വന്നിട്ട് പോലും ഇനി പ്രോജക്ട്സ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ഇനി ഫ്യൂച്ചറിൽ നല്ല നല്ല പ്രോജക്ട്സ് വരാനുണ്ട്. സോ എന്നിട്ട് പോലും വെറും 20% ആൾക്കാർ മാത്രമേ ഇപ്പോൾ പ്രോപ്പർട്ടീസ് വാങ്ങിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ വരുന്നത്. ഓക്കെ, അത് എന്തായിരിക്കും അവരുടെ റീസൺ? എക്സാക്ട്ലി റീസൺ വരുന്നത് അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. അവരൊരു ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റാണ്, അതാണ് മെയിൻ റീസൺ. ഓക്കെ, അവർക്കറിയാം അവർ പേ ചെയ്യുന്ന റെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഡെഡ് മണിയാണ്, അത് ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഒരു എമൗണ്ട് ആണ്. പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് റെൻ്റൽ റിട്ടേൺസ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റാണ് ഫോർ ദ ഹൈ റിട്ടേൺ. 6-8% ആവറേജ് ROI നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് ഇൻകം. അതായത് നമ്മൾ നാളെ ഒരു കാലത്ത് ഇവിടുന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പൈസ ഇല്ലാത്തുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും. സോ എല്ലാ ആൾക്കാരും അത് മുന്നിൽ കണ്ടിട്ട് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ടെൻഷൻ ഉണ്ടാക്കുന്നതിലും നല്ലത് ഇതുപോലൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്കൊരു പെൻഷൻ പോലെ എല്ലാ മാസം മിനിമം ഒരു 50,000 INR എങ്കിലും അവരുടെ അക്കൗണ്ടിൽ വരാൻ സാധിക്കും. നെക്സ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർ വിസ, 2 വർഷത്തെ വിസ, അതുപോലെ തന്നെ 10 വർഷത്തെ ഗോൾഡൻ വിസ ഒക്കെ മറ്റൊരു റീസണാണ്. ഞാനിപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ 80% ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഒരു എത്ര നല്ല പ്രോജക്ട്സ് കിട്ടിയാലും ഈ പറയുന്ന ആൾക്കാർ ഇത്രയും റീസൺസ് കൊണ്ടാണ് അവർക്ക് പ്രോപ്പർട്ടീസ് മേടിക്കാൻ പറ്റിയത്. എത്ര നല്ലൊരു ഓപ്ഷൻ കിട്ടിയാലും ആൾക്കാർ പറയും നോ മണി വി കാണ്ട് അഫോർഡ്. ഓക്കെ, സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഇതൊരു നല്ല സമയമല്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെയാണ് അതിനകത്തൊരു റീസണായിട്ട് പറയാം. ഓക്കെ, പിന്നെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രൈസ് ഈസ് ഹൈ, അതായത് പ്രൈസ് കൂടുതലാണ്, പ്രൈസ് കുറയട്ടെ എന്നിട്ട് ഞാൻ മേടിക്കാമെന്നാണ്. പിന്നെയുള്ള റീസണാണ് ഓവർ തിങ്കിങ്, അതായത് നമ്മൾ നാളെ ഒരു കാലത്ത് ഇവിടെ ഉണ്ടാവുമോ ഇല്ലയോ, അപ്പോൾ എന്താവും നമ്മുടെ പ്രോപ്പർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഓവർ തിങ്കിങ് ആണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നോ നീഡ് ടു റിസ്ക്, അതായത് ഇന്നുവരെ ലോകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് റിസ്ക് എടുത്തതിൻ്റെ പേരിൽ തന്നെയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഹസ്ബൻഡ് ആയിരിക്കും റിസ്ക് എടുക്കുന്നത്, ചിലപ്പോൾ വൈഫ് ആയിരിക്കും റിസ്ക് എടുക്കുന്നത്. നെക്സ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും, അതായത് ഇപ്പോൾ നോക്കണ്ട, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം. അതായത് എത്ര നല്ല പ്രോജക്ട്സ് അവരുടെ മുന്നിലേക്ക് വന്നാലും പറയും നമുക്ക് പിന്നെ നോക്കാം. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് കൺസ്യൂമർ മൈൻഡ് സെറ്റാണ്. അതായത് എന്നും നമുക്ക് റെൻ്റ് അടച്ചിങ്ങനെ പോകാം, ഒരു 9 to 5 ജോബ്, നമുക്കത് ലൈഫ് ഒരു കംഫർട്ട് സോണിൽ തന്നെ പോകുന്ന ആൾക്കാർ. ഇത്രയും റീസൺ എടുത്ത് നോക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുവരെ പ്രോപ്പർട്ടീസ് വാങ്ങിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ കാറ്റഗറിക്ക് പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റാണ് ഈ സെമി ഗവൺമെൻറ് ഡെവലപ്പർ കൊണ്ടുവരുന്ന ബീച്ച് ഫ്രണ്ട് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസും നല്ല ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൊക്കേഷനാണ്. അതായത് ദുബായ് ഷാർജ ബോർഡർ, ദുബൈയിലേക്കും ഷാർജയിലേക്കും വളരെ ഈസി ആക്സസ് ആണ്. അതുപോലെ തന്നെ 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അൽഖിയാറ മെട്രോ, അതുപോലെ തന്നെ സ്റ്റേഡിയം മെട്രോ. ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് ഇതിനു മുമ്പ് മാർക്കറ്റിൽ വന്നിട്ടുമില്ല, ഇനി ഉടനെയായിട്ട് വരുമോ എന്നുള്ളതും അറിയത്തില്ല. കാരണം ഇത് കൊണ്ടുവരുന്ന ഒരു ഗവൺമെൻറ് ഡെവലപ്പറാണ്. വെറും 5% ഡൗൺ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ എല്ലാവരുടെ ഫേവററ്റ് ലേഔട്ടായ ക്ലോസ് കിച്ചണോട് വരുന്ന സ്പേഷ്യസ് ലേഔട്ടാണ്. 1 ബെഡ്റൂമിന് നിങ്ങൾക്ക് 1000 സ്ക്വയർ ഫീറ്റ് വരെയും, 2 ബെഡ്റൂം വിത്ത് മെയ്ഡ് റൂം വരുന്നതൊക്കെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലേഔട്ടാണ്. സോ 3 ബെഡ്റൂം അവൈലബിൾ ആണ്, 4 ബെഡ്റൂം അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു യൂണിറ്റ് എടുക്കാൻ ഇപ്പം നിങ്ങൾക്ക് EOA കൊടുക്കാം. ഇതൊരു പ്രീ ലോഞ്ചിങ് സ്റ്റേജിലാണ്. സോ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറി ഈ ഒരു പ്രോപ്പർട്ടി ഓണർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് മാറുക. ഇതാണ് ദ ബെസ്റ്റ് ചാൻസ്. സോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം, നല്ലൊരു യൂണിറ്റ് എടുക്കാം.